നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെമ്മീൻ കൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അപ്പോൾ അതിന് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നല്ല ചുണ്ടങ്ങ, പിന്നെ നല്ല ചെറിയ വഴുതനങ്ങ. അപ്പം ഇതെല്ലാം കൊണ്ട് നല്ല ഒരു ചെമ്മീൻ കറി, ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പം നിങ്ങളൊന്ന്. നമ്മുടെ ചെമ്മീൻ വഴുതനങ്ങ കറിക്ക് അരയ്ക്കാനായിട്ടുള്ള പേസ്റ്റാണ്. അതായത് ഞാനൊരു 1/2 കപ്പ്, അതായത് 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 4-5 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ കുഞ്ഞു വഴുതനങ്ങയുടെ ആ അറ്റത്തൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു ഇതുപോലെ 4ആയിട്ട് ഉണ്ടോ, ഇതുപോലെ എല്ലാ വഴുതനങ്ങയും ഇതാക്കിയെടുക്കാം. ചുണ്ടങ്ങ ഞാൻ അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ എല്ലാ വഴുതനങ്ങയും നമുക്ക് ഇങ്ങനെ ഫുൾ മുറിക്കരുത്, അറ്റം മാത്രം ഒന്ന്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഗ്രേവിയും ആ ടേസ്റ്റും ഒക്കെ വഴുതനങ്ങയുടെ അകത്തോട്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ റെഡിയാക്കാം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അടുത്ത പ്രോസസ്സിലോട്ട് പോവാം. ഇപ്പോൾ ചട്ടി ചൂടായി. ഞാൻ അതിനകത്തോട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1 കപ്പ് ചെറിയ ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്തത്, വെറുതെ ഒന്ന് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വാടി കിട്ടിയാൽ മതി. ആ ടൊമാറ്റോയും ചെറിയ ഉള്ളിയും ഒന്ന് വാടി വരും. ഇപ്പോൾ ആ ചെറിയ ഉള്ളിയും ടൊമാറ്റോയും ഒക്കെ ഒരുമാതിരി വഴന്ന് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച ആ ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പേസ്റ്റും ഒരു 2 മിനിറ്റ് ഇതിനകത്ത് കിടന്ന് ഒന്ന് വഴറ്റിയെടുക്കണം. അരപ്പ് ഇതിനകത്ത് കിടന്ന് വഴന്ന് വരട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിനകത്ത് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണ്ടേ. അപ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഈ അരപ്പ് ഇതിനകത്ത് കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ നല്ല വെജിറ്റബിൾസും ചെമ്മീനും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ്. ഇത് ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ നോക്കുക. പിന്നെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്താൽ നല്ലതായിരുന്നു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനിയും പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ വരുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് എല്ലാവരോടും എൻ്റെ റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയുമല്ലോ. അപ്പോൾ നമ്മുടെ ആ അരപ്പൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ മിക്സി കഴുകിയ വെള്ളം കൂടെ ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ചും കൂടെ വെള്ളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറിയും ചെമ്മീനും ഒക്കെ ഇട്ട് വേവിക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഒത്തിരി തിന്നായിട്ടല്ല, എന്നാൽ ഒത്തിരി തിക്കായിട്ടുമല്ല. അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് വഴുതനങ്ങയും ചുണ്ടങ്ങയും ഇട്ട് ആദ്യം വേവിക്കണം. ഇപ്പോൾ ഉപ്പൊക്കെ ഒന്ന് എല്ലാവരും ചെക്ക് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാം. ഇപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിനകത്തോട്ട് തിളച്ച കറിക്കകത്തോട്ട് ആ ചെറിയ വഴുതനങ്ങയും ചുണ്ടങ്ങയും ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ചുണ്ടങ്ങ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വഴുതനങ്ങ മാത്രം ഇട്ടിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാം. പക്ഷെ ഒരു വെജിറ്റബിൾ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്തത്. ഇനിയിപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഉണ്ടോ? അപ്പോൾ നല്ല അധികം നീണ്ട ഗ്രേവി എല്ലാം നിങ്ങൾക്ക് കാണാം, എന്നാൽ തിക്കുമല്ല. നമുക്കതിനെ മൂടി വെച്ചിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ വഴുതനങ്ങയും ചുണ്ടങ്ങയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കണ്ടോ, ഗ്രേവിയൊക്കെ കുറച്ചും കൂടെ തിക്കനായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിനകത്തോട്ട് നമുക്ക് ആ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീനിന് വെറും 3 മിനിറ്റ് മതി വേവാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അന്നേരം ചെമ്മീൻ ഇട്ട് കൊടുക്കാതിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ആ ചെമ്മീൻ ഏകദേശം ഒരു 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തതാണ് ഞാനിപ്പോൾ ഈ കറിയിൽ ഉപയോഗിക്കുന്നത്. 1/2 കിലോ ചെമ്മീനിട്ടിട്ടും അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം.
ഇപ്പോൾ ഗ്രേവി കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ, പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ചൂടുവെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒന്ന് ആഡ് ചെയ്യട്ടെ. ആ ചെമ്മീനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും, എന്നാലും നമുക്ക് കുറച്ച് ഒഴിച്ചു കൂട്ടാനുള്ളൊരു കറിയാണല്ലോ, അപ്പോൾ കുറച്ച് ഗ്രേവി വേണം, എന്നാൽ ഒത്തിരിയല്ല. അപ്പോൾ ഞാനൊന്ന് വെള്ളം ചൂടാക്കിയിട്ട് അതും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകും. ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടുവെള്ളമാണ്. 1/2 കപ്പ് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇത് മതിയാകും. ഇനി ആ ചെമ്മീനെ ഒരു 3 മിനിറ്റും കൂടെ നമുക്ക് വേവിക്കണം. നമുക്കതിനെ മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് ടാമറിൻ പഴുപ്പ്, കുറച്ച് പുളി വേണമല്ലോ, ചെമ്മീനൊക്കെ ചേർത്ത കറിയല്ലേ. അപ്പം നമുക്ക് കുറച്ച് ഒരു ചെറിയ ബോൾ സൈസ് ടാമറിൻ വെള്ളത്തിലിട്ട് കുതിർത്തത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ചെമ്മീൻ വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് സെർവ് ചെയ്യുന്നത് കാണിച്ച്. ഫൈനലായിട്ട് കുറച്ച് ഗാർണിഷായിട്ട് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് വലുതായിട്ട് മുറിച്ച മല്ലിയില, തീരെ കുഞ്ഞതായിട്ടല്ല. അതിൻ്റെ കൂടെ 2 റെഡ് ചില്ലീസും കൂടെ.